നിന്റെ കിതാബ് നീ വായിക്കണം. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എത്ര പ്രായമുള്ള ആളാണെങ്കിലും, പ്രായം കുറഞ്ഞ ആളാണെങ്കിലും, രോഗമായിട്ട് മരിച്ച ആളാണെങ്കിലും, ഓർമ്മശക്തി ഇല്ലാതെ മരിച്ച ആളാണെങ്കിലും, ബുദ്ധിക്കൊന്നും ഒരു കുറവൊക്കെ ഉണ്ടായിട്ട് ഒന്നൊരു കഥ ഇല്ലാതെ മരിച്ച ആളാണെങ്കിലും, നമ്മുടെ കിതാബൊക്കെ നമ്മൾ എഴുതുന്നൊരു സന്ദർഭമുണ്ട്, ഒരു സമയമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച മഹാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഏതായത്ത്? ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എന്താ നബിയെ നിന്റെ കിതാബ് നീ വായിക്കൂ എന്ന് പറഞ്ഞ കിതാബ് ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാണ് ആദ്യമായിട്ട് ഈ വിഷയം എന്നോട് ചോദിക്കുന്നത്, ഞാനത് പറയാം. ഈ കിതാബ് നിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ നീ എഴുതിയത് എന്ന അർത്ഥത്തിലാണോ? അതെ, ഞാനും നിങ്ങളും ഒരു കിതാബ് എഴുതുന്നുണ്ട്. കറക്റ്റ് വിവരങ്ങൾ എഴുതും. എത്ര വർഷത്തതായിരുന്നത്? പ്രായപൂർത്തിയായതിനു ശേഷം മരിക്കും വരെ എത്രയാ വർഷം? 40, 60, 35, 15 ശേഷം ഇങ്ങോട്ട് കുട്ടിക്കും. പ്രായപൂർത്തി മുതൽക്കുള്ളത് ആണും പെണ്ണും അവരൊക്കെ എഴുതും. ഖബറിലേക്ക് വെച്ച ഉടനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിലേക്ക് വെച്ച ഉടനെ മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ആ ഖബറിലേക്ക്, നമ്മുടെ ഖബറിലേക്ക്, ഓരോരുത്തരുടെയും ഖബറിലേക്ക് ഒരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് പറയും, ഇരുത്തിയിട്ട് പറയും, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും ഒന്ന് എഴുതണമെന്ന് പറയും. ഖബറാള് ചോദിക്കും, എഴുതാൻ പേപ്പറും പേനയൊക്കെ വേണ്ടേ? പേനയാ വേണ്ടത്? ദാ ഈ വിരല് പേനയാക്കിക്കോ. മഷിയല്ലേ വേണ്ടത്? നിന്റെ നാവിലൂടെ വരുന്ന ഉമിനീര് മഷിയാക്കി എടുത്തോ. പേപ്പറാണോ വേണ്ടത്? ഒരു ചെറിയ കഷ്ണം കടലാസ്, കഷ്ണം തുണി ഇങ്ങനെ മുറിച്ച് കഫംപുടയിൽ നിന്ന് കയ്യിൽ കൊടുക്കും, എഴുതെന്ന് പറയും. വേഗത്തിൽ എഴുത്ത് നടക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ, മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ്. വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എഴുതാൻ പറയും. ഓർമ്മ വരുമോ? മുഴുവനും ഓർമ്മ വരും. അത് ശരി, അത്രമാത്രം വലിയ കഴിവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മരിച്ച ഒരു മയ്യത്തിന്, മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന്റെ മേൽ എത്ര ആൾ